ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ KSUവിന്റെ പ്രതിഷേധം വലിയ വിവാദമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. അതിനു പിന്നാലെ പലയിടത്തും CPIM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ചെറിയ സംഘർഷങ്ങളും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ KSU പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറും നടന്നു. വടകരയിലെ ബോംബേറ് കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പ്രതികാരമാണോ എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ചു നോക്കാം. കോഴിക്കോട് നിന്നും സരീഷ് തയ്യാറാക്കിയ പ്രതികരണത്തിലേക്ക്. 2 ദിവസം മുൻപ് കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെതിരെ KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധം. കരിങ്കൊടി കാട്ടിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു. പിന്നീട് സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധം. ഇന്ന് പുലർച്ചെ വടകരയിൽ അതേ KSU നേതാവിൻ്റെ വീടിന് നേരെ അജ്ഞാതർ ബോംബെറിയുന്നു. യഥാർത്ഥത്തിൽ കണ്ണൂരിലെ കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെ പകപോക്കലാണോ ഇന്നത്തെ ബോംബേറ്? ജനങ്ങൾ പറയട്ടെ. ജനാധിപത്യത്തിൽ ഇതിനൊരു സ്ഥാനമില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം വരെ ഒരു ശാന്തമായ ഒരു പ്രദേശമാണിത്. പക്ഷേ ഇന്നിപ്പോൾ അതുപോലെയല്ല. ഒരു ഗ്രാമം മൊത്തം ഒരു ഇരുണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. തികച്ചും എനിക്ക് തോന്നുന്നത് ഒരു സൗഹൃദപരമായും ജനാധിപത്യമായ രീതിയിലാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. ഇതുപോലെ ജനവിരുദ്ധ രീതിയിലല്ല ചെയ്യേണ്ടത്. യാതൊരു സംശയമില്ല. കാരണം ഈ ഒരു സംഭവം ഈ കരിങ്കൊടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്ത അന്ന് സ്പോട്ടിൽ തന്നെ ഇവൻ്റെ പ്രൊഫൈൽ ലിങ്ക് ഇവർ എന്താക്കിയിട്ടുണ്ട്, വടകര സഖാക്കൾ എന്നുള്ള ആ ഒരു പേജ് പേജിലൂടെ കേരളം മുഴുവൻ വഴി ഇത് എന്തായിട്ടുണ്ട്, ഇവനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവനെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെ എന്താക്കിയിട്ടുണ്ട്, അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നുള്ള രീതിയിൽ നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങളൊരു 12 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇപ്പോൾ അമ്മക്ക് ഇവനെ കാണണം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താക്കിയിട്ടുണ്ട്, ഇന്ന് കണ്ണൂർക്ക് പോകാമെന്നുള്ള രീതിയിൽ ട്രെയിന് 1:20 ട്രെയിന് കണ്ണൂർക്ക് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒക്കെ പറഞ്ഞ് റെഡിയാക്കിയതാണ്. LDF ഇവിടെ പഞ്ചായത്ത് തിരുവള്ളൂർ പഞ്ചായത്ത് ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നു വന്നിട്ട് ഇപ്പോൾ 2 മാസമായിട്ടേ ഉള്ളൂ. ഈ 2 മാസത്തിനിടയിലാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു അക്രമം ഇവിടെ നടന്നത്. ഈ വീട്ടിലുള്ള ആളെന്ന് പറയുന്നത് മകൻ രാഷ്ട്രീയ KSUവിൽ പ്രവർത്തിക്കും എന്നൊഴിച്ച് അച്ഛനൊരു സജീവ രാഷ്ട്രീയക്കാരനല്ല, കോൺഗ്രസ് അനുഭാവിയാണ്. ഇവിടെയൊക്കെ നടക്കുന്ന പാർട്ടി പരിപാടിയിൽ മാത്രം പങ്കെടുക്കുന്ന ഒരാളാണ്. അല്ലാതെ ഈ വീട്ടുകാരോട് ആർക്കും വേറൊരു പ്രശ്നവുമില്ലല്ലോ. രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്. CPMൻ്റെ ഗൂഢാലോചനേൻ്റെ ഭാഗമാണ്. അത് പ്രാദേശികമായിട്ടുള്ള നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവം ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ ഉയർന്നിരിക്കുന്നത്. കാരണം അതിൻ്റെ ആ ദിവസം തന്നെ CPMൻ്റെത് അല്ലെങ്കിൽ DYFI ഉൾപ്പെടെ SFI ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഒരു തികച്ചും ബിദുലിനെ വധിക്കും അല്ലെങ്കിൽ ബിദുലിനെ ആക്രമിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ മുദ്രാവാക്യങ്ങളും അവരുടെ പ്രകടനവും ഇവിടെ നടന്നിരുന്നത്. പിന്നിലൊരു ഗൂഢാലോചന ഉണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിലെവിടെയും ആരോഗ്യമന്ത്രിയുടെ ദേഹത്ത് തട്ടുന്നതോ അങ്ങനെ ഒന്നുള്ള ദൃശ്യങ്ങൾ കാണാനില്ല. അപ്പോൾ ഇത് തീർച്ചയായും ഒരു അക്രമം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള DYFI LDF അതായത് അവരുടെ ഒരു അവർ അതിനായി തുന്നിറങ്ങിയ പോലെയാണ് അവരുടെ പ്രവർത്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബിദുല് ജയിലിലാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായിട്ട് പ്രതിഷേധിക്കുന്നത് യാതൊരുവിധ കുഴപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ട് ചെറിയൊരു പ്രതിഷേധം മാത്രമേ KSUവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബിദുലു അടങ്ങുന്ന ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ജയിലിലാണ്. പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുമ്പോൾ രാത്രിയുടെ മറവിൽ തോടന്നൂരിലെ ആ ഒരു ക്രമസമാധാനം തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ LDF അല്ലെങ്കിൽ CPIMൻ്റെ ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ അതൊരു പ്രതിഷേധമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് എന്താണ്, CPMൻ്റെ പ്രശ്നത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലങ്ങളിൽ. അപ്പോൾ അവർ ഇന്നലെ 2:30 മണിക്ക് വേണ്ടല്ലോ ഇവരെ വീട്ടിൽ അച്ഛനും അമ്മയും ഉറങ്ങുന്ന റൂമിലേക്ക് വേണ്ടി അവർ ബോംബ് നിക്ഷേപിച്ചത്. അപ്പോൾ ഈ ഒരു വിഷയം എന്താണ്, ഇങ്ങനെ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമാണോ ഇത്തരത്തിലൊരു പ്രശ്നം? ഇത് നമ്മളാരും കണ്ടില്ല. കേരള സമൂഹത്തിൽ ഒറ്റൊരാൾ പോലും കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ മന്ത്രി ആക്രമിതമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ആരും കണ്ടിട്ടില്ല. വടകര തോടന്നൂരിലെ ബാലനും ഭാര്യ തങ്കവും സജീവ രാഷ്ട്രീയത്തിലില്ല. ആകെയുള്ളത് മകൻ മാത്രം. വീടിന് നേരെ ഇന്നുണ്ടായ ബോംബാക്രമണം ആ മകൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു.